ഗോവിന്ദമാഷ് ജോത്സ്യനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വിമർശനം ഇത് അതെ 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 നിങ്ങൾക്ക് ഈ കോൺഗ്രസ്സുകാർ കൂടോത്തരത്തിൻ്റെ പിന്നാലെ പോകുന്നു, മാർക്സിസ്റ്റുകാർ ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോകുന്നു. ജ്യോത്സ്യന്മാരുടെ വീട്ടിൽ പോയാൽ എന്താ തകരാറ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ജ്യോത്സ്യം ചർച്ച ചെയ്യാനാണോ വിളിച്ചത്? ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിവ്യൂ നടത്തിയതാണ്. അതിൽ എവിടുന്ന ജ്യോത്സ്യം വന്നത്? അല്ല സാർ, അങ്ങനെ കാണാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന വിമർശിച്ചുള്ള ഒരു കാര്യങ്ങളെല്ലാം യോഗത്തിലുണ്ടായെന്നാണ് പറയുന്നത്. എവിടെ ഒരു പ്രശ്നവും ഇല്ല. ഇപ്പം എൻ്റെ മണ്ഡലത്തിൽ എത്ര ജ്യോത്സ്യന്മാരുണ്ട്? ഞാൻ എത്ര ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. പാടൂർ പണിക്കന്മാർ അറിയില്ല നിങ്ങൾക്ക്? അതറിയില്ല. ഇതൊക്കെ സാധാരണ നിലയിലുള്ള വീട്ടിൽ പോക്ക്. ഈ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലെ പ്ലീനത്തിൽ ജ്യോതിഷന്മാരെ കാണുന്നതൊക്കെ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. ജ്യോതിഷന്മാരെ വീട്ടിൽ കയറാൻ പാടില്ല എന്നോ? ജ്യോതിഷം സമീപിക്കുന്നത് അങ്ങനെയുള്ള പറ ആ സ്ഥിതിയിലേക്ക് അങ്ങനെ ഞങ്ങളെ പാർട്ടിൻ്റെ ആരും പോയിട്ടില്ല. അതിൻ്റെ അർത്ഥം വീട്ടുകാരി കൂടാന്നുള്ളതല്ല. ഞാൻ തന്നെ ഇതിനോട് താല്പര്യമുള്ള ഒരാളാണ്. മേജിക്ക് സമയം നോക്കലല്ല ജ്യോതിഷികളുമായിട്ട് സംസാരിക്കാൻ, കൈനോട്ടക്കാരുമായിട്ട് സംസാരിക്കാൻ, മജീഷ്യന്മാരുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരു താല്പര്യം കാട്ടുന്ന ഒരാളാണ് ഞാൻ. ഒരു ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, നമ്മളെ ഒരു അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചിട്ട് AK ആൻ്റണിക്കെതിരായിട്ട് ഒരു ജ്യോതിഷം പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. 2001 അതായത് അദ്ദേഹത്തിൻ്റെ നക്ഷത്രം മൂലനക്ഷത്രം. ആരെ AK ആൻ്റണി സത്യപ്രതിജ്ഞ ചെയ്തത് പുരൂരുട്ടാതി നക്ഷത്രത്തിലാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് വരാൻ പോകുന്നത് സ്ഥാനഭ്രംശവും പിച്ചും പെയ്യും പറഞ്ഞതും ഒളിച്ചോട്ടമായിരിക്കും. ഇതൊരു ജ്യോതിഷൻ എന്നോട് പറഞ്ഞത് ഞാനിവിടെ പറയുന്നു എന്ന് പറഞ്ഞു. അയാളത് ആസ്വദിച്ചു. പക്ഷേ അയാൾക്ക് വല്ലാണ്ട് കൊണ്ടു. കുറച്ചു കാലം കഴിയുമ്പോൾ രാജ്യം വെക്കേണ്ടി വന്നു. അതിൻ്റെ അർത്ഥം ജ്യോതിഷം പറഞ്ഞുകൊണ്ട് എന്നുള്ളതല്ലോ. അത് ഒരു സമൂഹത്തിൽ പലരും ഇല്ലേന്ന്, ആയിരക്കണക്കിന് ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നില്ല. അവരൊക്കെ എന്തിനെ അപമാനിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നാമത് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യം, ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടാത്തൊരു കാര്യം അത് ചർച്ച ചെയ്തു. ജ്യോതിഷത്തിൻ്റെ അടുക്ക ഗോവിന്ദമാഷ് പോയി എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ ഇപ്പോൾ? പിന്നാലെ തന്നെ ഈ പാർട്ടി നേതാക്കൾ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഞങ്ങൾ സംസാരിക്കും, നല്ല ബന്ധം ഉണ്ടാക്കും, അവരുമായിട്ട് സൗഹൃദം ഉണ്ടാവും. അതിൻ്റെ അർത്ഥം അവർ രൂപപ്പെടുത്തുന്ന ആശയത്തോട് യോജിക്കുന്നു എന്നുള്ളതല്ല. ഞങ്ങളൊക്കെ നല്ല നമ്പർ 1 വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ ആശയത്തിൻ്റെ വക്താക്കളാണ്, പ്രയോക്താക്കളാണ്. അതിൻ്റെ പിന്നാലെയേ ഞങ്ങൾ പോകും. ഇങ്ങനെയുള്ളതിൻ്റെ കൂടെയൊന്നും പോകില്ല. അങ്ങനെ യാതൊരു ധാരണയും നമുക്ക് വേണ്ട. കൂടോത്തരത്തിൻ്റെ പിന്നാലെയൊക്കെ കോൺഗ്രസിൻ്റെ ചരിത്രമാണ്, ഞങ്ങളുടെ ചരിത്രമല്ല കേട്ടോ.